ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടന തയ്യാറാക്കുന്നതിനെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തി എം.എൻ. റോയ്. എം.എൻ. റോയ് തൻ്റെ പത്രമായ ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഈ ആശയം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി സ്ഥാപകർ സി.ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്ത INC സമ്മേളനം 1937 ഫയസ്പൂർ സമ്മേളനം. 1937 ഫയസ്പൂർ സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? നെഹ്റു. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാൻ 1945. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിൽ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് ഏത് വർഷം? 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ എത്രയായിരുന്നു? 3 പേർ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 389. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകൾ എത്ര? 3. അവരുടെ പേര് ആനി മസ്ക്രീൻ, തിരുവിതാംകൂർ; അമ്മു സ്വാമിനാഥൻ, മദ്രാസ്; ദാക്ഷായണി വേലായുധൻ, മദ്രാസ്. ഭരണഘടനാ നിർമ്മാണ സഭ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ പ്രഥമ സമ്മേളനത്തിലെ ആകെ പ്രതിനിധികൾ 207. ഭരണഘടനാ നിർമ്മാണ സഭ പ്രതിനിധി സമ്മേളനത്തിലെ ആകെ വനിതകൾ 9. ഭരണഘടനാ നിർമ്മാണ സഭ പ്രഥമ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ ഉപദേശകൻ്റെ പേര് B.N. റാവു.